നാട്ടിക വാഹന അപകടം. മാഹിയിൽ നിന്ന് മദ്യം വാങ്ങി യാത്രയിലുടനീളം മദ്യപിച്ചു. ഇപ്പോഴും ബോധം തിരികെ വരാതെ ഡ്രൈവറും ക്ലീനറും. തൃശൂർ നാട്ടികയിൽ തടിലോറി കയറിയുണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ച സംഭവത്തിൽ ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യയ്ക്ക് കേസെടുത്ത പോലീസ്. ക്ലീനറാണ് അപകടമുണ്ടായ സമയത്ത് വണ്ടി ഓടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതികൾ മാഹിയിൽ നിന്നാണ് മദ്യം വാങ്ങിയതെന്നും അവിടെ മുതൽ ഇരുവരും മദ്യപിച്ചിരുന്നുവെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു. മനഃപൂർവ്വമായ നരഹത്യയ്ക്കാണ് കേസെടുത്തത്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. ഡ്രൈവറും ക്ലീനറും ഇപ്പോഴും മദ്യലഹരിയിലാണെന്നും വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുമെന്നും ആർ ഇളങ്കോ പറഞ്ഞു. ലോറിയുടെ ക്ലീനറായ കണ്ണൂർ ആലങ്കോട് സ്വദേശി അലക്സ്, ഡ്രൈവർ ജോസ് എന്നിവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു നാട്ടികയിൽ ഉറങ്ങിക്കിടന്നവർക്കിടയിലേക്ക് തടിലോറി പാഞ്ഞു കയറിയത്. സംഭവത്തിൽ 5 പേർ തൽക്ഷണം മരിച്ചു. മരിച്ചവരിൽ 2 കുട്ടികളുമുണ്ട്. കാളിയപ്പൻ, നാഗമ്മ, ബംഗാഴി, ജീവൻ, മറ്റൊരു കുട്ടി എന്നിവരാണ് മരിച്ചത്. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാതയിലായിരുന്നു ഇവർ കിടന്നിരുന്നത്. ഈ ഭാഗം ബാരിക്കേഡ് വെച്ച് അടച്ചിരുന്നു. ഇവ തകർത്താണ് തടികയറ്റിയെത്തിയ ലോറി ഇടിച്ചു കയറിയത്. ഗോവിന്ദപുരം സ്വദേശികളാണ് മരിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 3 മാസത്തോളമായി പ്രദേശത്ത് നിലയുറപ്പിച്ചവരാണ് വാഹനാപകടത്തിൽ മരിച്ചത്. സ്ഥിരമായി ഇതേ പ്രദേശത്താണ് സംഘം കിടന്നിരുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മരിച്ചവർ ഒരു കുടുംബത്തിലുള്ളവരാണോ എന്ന് വ്യക്തമല്ല. 12 പേരടങ്ങുന്ന സംഘത്തിൽ 4 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തിൽ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മുൻമന്ത്രി VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. നിർഭാഗ്യകരമായ സംഭവമാണെന്നും അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലുള്ള 6 പേരിൽ 2 പേർക്ക് ഗുരുതരമാണെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. കമ്മീഷണറും കളക്ടറും റിപ്പോർട്ട് സർക്കാരിന് നൽകി. വണ്ടി ഓടിച്ചവരുടെ ഗുരുതര പിഴവാണ് അപകടത്തിനിടയാക്കിയത്. പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് സർക്കാർ തന്നെ മൃതദേഹം വീട്ടിലെത്തിക്കും. കളക്ടർ ഇതിന് നേതൃത്വം നൽകും. സംസ്കാരത്തിലുൾപ്പെടെ സഹായങ്ങൾ നൽകും. മരണപ്പെട്ടവർക്ക് ധനസഹായമുണ്ടാകും. കൂടുതൽ സഹായങ്ങളും പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു.